ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ നൊസ്റ്റാൾജിയ ഉള്ളൊരു കറി ഉണ്ടാക്കാവേ. പണ്ട് മുതലേ ചക്കക്കുരുവിൻ്റെ കറിയും തോരനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ചക്ക വെട്ടുന്നത് അപ്പച്ചനും അമ്മച്ചിയും കൂടെ ആണെങ്കിലും ചക്കയുടെ കുരു എടുക്കുന്നതും ചകിണി കളയുന്നതുമെല്ലാം ഞാനും അനിയത്തിയും ഗ്രാൻഡ് മദറും കൂടെ ഒന്നിച്ചിരുന്നാണ്. ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വർത്താനം പറയും കേട്ടോ. ഇന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ കുറച്ച് ചക്കക്കുരു തന്നപ്പോൾ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു, അതൊക്കെ ഒന്ന് മിസ്സായി കേട്ടോ. അപ്പോൾ ഞാനും ജെയ്ഡനും കൂടെയാണ് ഇന്ന് ചക്കക്കുരുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. മോൻ എൻ്റെ കൂടെ ചക്കക്കുരുവിൻ്റെ തൊലി പൊളിക്കാനൊക്കെ കൂടിയേ. ഹസ്ബൻഡ് ബാംഗ്ലൂർ ജനിച്ചു വളർന്നതാണെങ്കിലും അവധിക്ക് അമ്മ വീട്ടിൽ പോകുമ്പോൾ ചക്കക്കുരു ഒലത്തിയത് കഴിക്കാൻ കൊടുക്കുമെന്നും അത് ഭയങ്കര ഇഷ്ടമെന്ന് ആൾ പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാന്നേ. ചക്കക്കുരു ഒലത്തിയത് ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 മക്കളാണ്, അതിൽ ഞാൻ 4ാമത്തെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചെറുതാണ്. അപ്പം പാത്രം കഴുകലിൽ നിന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അവിടെ ഒരു ഹെൽപ്പർ മാത്രമാണേ. ചക്കക്കുരുവിൻ്റെ തൊലി പൊളിച്ചാണ് ഞാൻ വീട്ടിൽ സാധാരണ സഹായിക്കുക, ഇങ്ങനെ അരിഞ്ഞ് ഞാൻ സഹായിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന്. അപ്പോൾ ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ മോൻ വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ എടുത്ത് പാത്രത്തിൽ ഇടുന്നതാണ് കുഞ്ഞിൻ്റെ മെയിൻ പരിപാടി. ചക്കക്കുരുവിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ഞാൻ ഓരോ സ്പൂണാണ് ഇട്ടത്. അതിൻ്റെ കൂടെ 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ആയപ്പോഴാണ് പിന്നെ ഞാൻ ഓഫാക്കിയത്. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് വന്നായിരുന്നേ. കുക്കറിൽ ചക്കക്കുരു വേകുന്ന സമയത്ത് ഞാനൊരു സവോള അരിഞ്ഞെടുത്തേ. ഇനി ഭയങ്കര എളുപ്പമാണ്. ഇത് വെന്ത് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പേ വെച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച് സവോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നത് നല്ലതാണ്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇടാം. നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടതാണ്, അപ്പോൾ അതനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതിയേ. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നൊസ്റ്റാൾജി അടിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, വീട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഹസ്ബൻഡിനും അമ്മ വീട്ടിലെ ആ ഒരു ഏകദേശം സെയിം ടേസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.